ശ്രീനഗർ എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. ഉച്ച 12 ചായ കുടിച്ചില്ല. എന്നാലും വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കിടന്നാട്ട് ഉറങ്ങി നല്ല റെസ്റ്റായിട്ട് എടുക്കുക. അപ്പോൾ നേരെ ഇറങ്ങാം. നേരെ പോയി ചായ അടിക്കട്ടെ. നമ്മുടെ ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്. ഫുഡ് സ്ട്രീറ്റിൽ പോയിട്ട് ആരെയാണ് വാൾനട്ട് ഫഡ്ജും മട്ടൻ അലീസൊക്കെ കിട്ടുന്ന സ്ഥലം. അവിടെ പോയാലും മട്ടൻ അലീസ് കിട്ടാറില്ല. അത് രാവിലെ കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. പോയോട്ടെ, കിട്ടുകയാണെങ്കിൽ സുഖം. നാളെ രാവിലെ എണീച്ച് നേരെ കാർഗിൽ വിടും. കാർഗിൽ പോകണ വഴിക്ക് സോനാമാർഗുണ്ട്. അപ്പം നേരെ 4 വിട്ടോക്കട്ടെ അങ്ങോട്ട്. ഫുഡ് സ്ട്രീറ്റിലേ വിട്ടോക്കട്ടെ. എല്ലാവരും വണ്ടി എടുത്ത് വേഗം അങ്ങോട്ട് വിട്ടോക്കട്ടെ. പൈസ പറഞ്ഞാൽ കത്തി പൈസ. ഇവിടെ ഒന്നും തിന്നാൻ പോലും കിട്ടൂല. അമ്മാരി പൈസ. വേറെ ലോൺ ഇതിനായിട്ട് എടുത്ത് തരേണ്ടി വരും. മാഗി തന്നെ ചേർന്നാവും. ആ സാധനം ഞങ്ങൾ ഇവിടെ ഒരു ഷോപ്പിൽ ബിരിയാണി, ഹാഫ് ബിരിയാണി 100 റുപ്യ പറഞ്ഞ് കച്ചവടമായിരിക്കുന്നു. 100 റുപ്യക്കുള്ള ബിരിയാണി ക്വാണ്ടിറ്റി ചെയ്യുന്നത് കാശ്മീരി ബിരിയാണിയാണ്. കാശ്മീരി ബിരിയാണി മുപ്പരി ഉണ്ടാവുന്ന എടുക്കുന്നത്. വേറെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. ഇത് ചിക്കൻ്റെ എന്തോ സംവിധാനം. ഇത് മറ്റേ ഇതെന്താ നെയിം? ഷെമി കബാബ്. കബാബ്. വേറെന്താണ്? ഇത് മറ്റേ ബീഫിൻ്റെ മറ്റേ മട്ടൻ എന്താ അസ്ത എന്തോ സംവിധാനമാണ്. എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. ബിരിയാണി അത് 120 പറഞ്ഞാൽ. കാരണം ഞങ്ങൾ അപ്പുറത്തെ വീട് നല്ല പൈസ, കത്തി പൈസ. അതാണ് ഞങ്ങളിവിടെ അന്ന് 100 റുപ്യ കച്ചവടമാക്കി. 8 ആൾ കഴിച്ചാൽ 100 റുപ്യ വെച്ചിട്ട് 800 റുപ്യ. കഴിച്ചിട്ട് വലിയ വേണമെന്നും ഉണ്ടാവില്ല. ഇങ്ങോട്ട് മാഗി സാറിനോ അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ കാശ്മീരിൽ വന്ന് പിച്ച തരേണ്ടി വരും. അമ്മാരി അവസ്ഥയാണ് അല്ലേ? അഭിപ്രായം പറയാം. ഇന്നലത്തെ മാരത്തെ ബിരിയാണി ഉള്ളി വെക്കട്ടെ. ഉള്ളിയിലാണ് ഞങ്ങൾ കളി. ഉള്ളിയാണ് കാശ്മീരി ബിരിയാണി പീസുണ്ട്. നല്ല എരിവുള്ള സാലഡ് ഉണ്ട്. മുളക് ചമ്മന്തി ഉണ്ട്. റൈസ്. നമ്മളിപ്പോൾ ഫ്രഷ് ചൂടുള്ള കൊണ്ടാണ്. അമ്മോ ചൂട് കഴിച്ചോക്കട്ടെ. എന്താ പാടേ? കൊള്ളാം. സാലഡ് നല്ല എരിവുള്ള സാലഡ് ഉണ്ട്. കഴിച്ചോട്ടെ. കാശ്മീരി ചിക്കൻ ബിരിയാണി തിന്നിട്ട് മതിയാൻ്റെ പിന്നെ നല്ല പോയിന്റ്. നമ്മളൊക്കെ കൈകൊണ്ട് വേറെ വഴിയൊന്നുമില്ല. ഇന്നല്ലേ ഗായ്സ്, ഞങ്ങൾക്കുള്ളത് ലോകത്തിലെ തന്നെ ഏറ്റവും ടേസ്റ്റും വിലപിടിപ്പുമുള്ള വാൽനട്ട് ഫഡ്ജ് കഴിക്കാവുന്നതാണ്. നമ്മൾ കാശ്മീർ ശ്രീനഗറിലാണ് സംഭവം. മൂൺലൈറ്റ് വാൾനട്ട് ഫഡ്ജ് എന്ന സ്ഥലം. എല്ലാവരും വന്ന് കഴിക്കുന്നുണ്ട്. ഇത്ര ലക്ഷം കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ റെസിപ്പി പറഞ്ഞു കൊടുത്തില്ല. ഞാൻ എന്തൊക്കെയോ കഥകളൊക്കെ ഉണ്ട് ഇതിൻ്റെ ബാക്കിൽ. അപ്പോൾ അടിപൊളി സാധനമാണ്. ഒരു ചെറിയ കഷ്ണത്തിന് 75 രൂപ, ഒരു വലിയ കഷ്ണമാണെങ്കിൽ 150 രൂപ. കഴിച്ചോ കടന്നാക്കാതാണ് ഗാഡി കൊടുക്കും. क्या भाई देखो ना केरला से आ रहा हम लोग गाइस. ചെറുതിന് 75, വലുതിന് 150 per പീസ് ട്ടോ. ഇതൊക്കെ ബോക്സിൻ്റെ റേറ്റ് ആണ്. 500 ഗ്രാം, 720 ഗ്രാം ഒക്കെ kg. 75 ലക്ഷം റുപ്യ വെച്ചിട്ട് കൊടുത്തില്ല. അപ്ലേ അറിയാം, ഈ റെസിപ്പിക്ക് 75 ലക്ഷം റുപ്യ വെച്ചിട്ട് കൊടുത്തില്ല.
പിന്നെ എല്ലാം നമ്മൾ വെച്ചിട്ട് കൊടുത്തിരുന്നത്. വീഡിയോ എടുക്കാണ്ടോന്നാ ചോദിച്ചത്. വീഡിയോ കിട്ടി വാൽനട്ട് ഫഡ്ജ്. വാൽനട്ട് ഫഡ്ജ് ഞങ്ങളെ കൈമിലും കിട്ടി. വാൽനട്ട് ഫഡ്ജ് എന്താ അവാർഡ് പറയോ? വാൾനട്ടിന്റെ ആ തേന്റെ ഒക്കെ ടേസ്റ്റ് ഓൺ പോയിന്റാ. പറയൂ പറയൂ പറയൂ. അടിപൊളി സാധനം കേട്ടോ. മസ്റ്റ് ട്രൈ. ജമ്മു അല്ല, ശ്രീനഗർ, ജമ്മു കാശ്മീർ. ഇത് കാശ്മീർ, ജമ്മു താഴെ. രണ്ടും കൂടി ഒരു സംസ്ഥാനമാണ്. ഓക്കെ ബൈ. കഴിച്ചാട്ടാൽ ഗൈസ്. ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ പറയുന്നു മുമ്പ്. സാധനം വാൾനട്ട് ഫഡ്ജ് മൂൺലൈറ്റ് ആണ് ഷോപ്പ്. മൂട് സാധനം ഉള്ളത്. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാൾനട്ട് ഫഡ്ജ് ലോകത്തിലെ ഫേമസ് ആയ വാൾനട്ട് ഫഡ്ജ്, ശ്രീനഗറിലെ വാൾനട്ട് ഫഡ്ജ് കഴിക്കാവുന്നതാണ്. മൂൺലൈറ്റ് വാൾനട്ട് ഫഡ്ജ്. ഇതാണ് ഇവിടെ ശ്രീനഗറിൽ ആദ്യമായിട്ട് വാൾനട്ട് ഫഡ്ജ് പരിചയപ്പെട്ട സ്ഥലം. മൂൺലൈറ്റ് വാർത്തയിലൊക്കെ വന്നിരിക്കുന്നത് റീൽസിലും ഒക്കത്തിലും ഫേമസ് ആണ്. മൂൺലൈറ്റ് വാൾനട്ട് ഫഡ്ജ് കണ്ടോ, 1896 തുടങ്ങിക്കുന്നു. എല്ലാവരും കഴിച്ചിരിക്കുക, കഴിച്ച് മത്ത് പിടിച്ചിരിക്കുക. ഒരു കഷ്ണം നിന്നപ്പോഴേക്ക് മത്തായി ഇങ്ങോട്ട്. നല്ല വാൾനട്ട് ഒക്കെ കഴിച്ചുള്ള സാധനം കഴിച്ചതാ. മൂപ്പരാണ് ഇതിന് മൊയിലാളി, ഓണർ ഓഫ് ദി ഷോപ്പ്. ഒരു പീസിന് 150 റുപ്പീസ്. മസ്റ്റ് ട്രൈ ആണ് ഇവിടെ വന്നു കഴിഞ്ഞാല്. അടിപൊളി സാധനം. പിന്നെ ചെറുതും ഉണ്ട്. ചെറുതിന് 75. നേരത്തെ പറഞ്ഞില്ലേനോ വ്ളോഗ് ചെയ്യണം, വ്ളോഗ് ചെയ്ത് കൊടുക്കുക. പിന്നെ വെച്ചാൽ ഇതൊക്കെ ഓരോ ബോക്സിന്റെ റേറ്റ് ആണ്. 500 ഗ്രാമിന് 625. അങ്ങനെ എല്ലാ റേറ്റ് ഉണ്ടല്ലോ. ഏറ്റവും വലുത് 4 kg ബോക്സ് ആണ്. 5000 റുപ്പീസ്. 5000 റുപ്യ 4 kg. സാധനം കണ്ടില്ലേ? തേനൊലിക്കും. തേനും വാൾനട്ടും ടെക്സ്ചർ വെച്ചിട്ട് ഹണി ഡേറ്റ്സ് സാഫ്രോൺ വെച്ചുണ്ടാക്കുന്നത്. ടേസ്റ്റ് ഓൺ പോയിന്റ് ആണ്. തേനൊലിക്കും. ഷുഗറിലുള്ളവർ കഴിക്കാണ്ടിരിക്കുക, ഷുഗർ വരും. അടിപൊളി സാധനം. ഞങ്ങളിപ്പോ എവിടെയുള്ളത് അറിയോ? അങ്ങ് ചിക്കാരയിൽ. ചിക്കാരല്ലേ അങ്ങനെന്താണ് പറയാ, അങ്ങനെ പറഞ്ഞേ. ചിക്കാരയിൽ ഉദാസേ മന്നത്ത് മേരി പാട്ടിട്ടില്ലേ? ആ സാധനത്തിനാണ് ഞങ്ങളുള്ളത്. കണ്ടോളൂ, തൊഴഞ്ഞോണ്ടിരിക്കുക. ഫുള്ള് ചില്ലറ കളികളില്ല. ഇളക്കം നോക്കണ്ടോ? ചെറിയ പേടിയുള്ളൂ, വലിയ പേടിയൊന്നുമില്ല. ഒരു സീനുമില്ല. നമ്മള് സെറ്റ് പേടി കണ്ടോ? അല്ലേ? സെറ്റായി വൈബായി പോയിക്കൊണ്ടിരിക്കുക. കണ്ടോളൂ, 2 വണ്ടി എടുത്തിട്ടാ ഞങ്ങള്. അത് ടീം ബി. അതിൽ ഒരുത്തന്നെ ഞങ്ങൾ സബ് അങ്ങോട്ട് വിട്ടിക്കുന്നു. ഞങ്ങൾ ടീമിന്ന്. പിന്നെ ഒരു ഹായ്, ഒരു ഹായ്. മൈക്ക് എവിടെയാടാ? കേക്കില്ലടാ. ഹായ്. ഞങ്ങളൊക്കെ അയ്യോ മോശം എങ്ങോട്ടാ കൊണ്ടോണ? ഇങ്ങോട്ടാ കൊണ്ടോണെന്ന് അറിയില്ല. എമ്പളെ റൂം എവിടെയാ? അതിലേ ഇതൊന്നും കഴിഞ്ഞിട്ടോ, അതാന്ന് തോന്നുന്നു. അതാണോ നീല? ഇവിടെയൊക്കെ ഫുള്ള് ഇതേപോലത്തെ സെറ്റപ്പിലാണ്. അതാണ് ലോട്ടസ് പോയിന്റ് എന്നാണ് പറയുന്നത് ഗൈസ്. ലോട്ടസ് പോയിന്റ് ഗൈസ്. അതെ. മൈക്ക് അടങ്കന്ന് മൈക്ക് പറയാൻ ചാമ്പി ഗൈസ്. ഗൈസ് ഇതാണ് കാശ്മീർ തടാകത്തിലൂടെ. നോക്കൂ എല്ലാവരും നോക്കൂ ഗൈസ്. നല്ല റങ്ക് കിട്ടും. നടക്കൂ
ഇവിടെ അങ്ങനെ തിരിഞ്ഞു കളിക്കാം ലഡാക്ക് ഇപ്പോഴും തന്നിട്ടൊന്നുമില്ല വെള്ളം തിന്നാനായിട്ട് ഞങ്ങള് കുടുങ്ങി. ഏയ് പച്ച കളറ് കാണുന്ന മാതിരി നല്ല വെള്ളത്തിന് നല്ല അഴുക്ക് ലുക്കാണ്. സ്മെല്ലൊന്നുമില്ല. ഇവിടെ മാർക്കറ്റിൽ ചായ കിട്ടുന്ന കേട്ടിട്ടുണ്ട് ഗൈസ്. ചായ നല്ല പൈസ ആയിരുന്നു, വാങ്ങി കുടിക്കണ്ടെന്നുള്ള മലയാളി ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ചാമ്പി അതിലുമ്പോൾ വില പേശു. ഞങ്ങളിപ്പോൾ വില പേശി 60 റുപ്യ പറഞ്ഞ കോൾഡ് കോഫി ഞങ്ങൾ കൂടി 25 റുപ്യ ആക്കി. 20 റുപ്യ ഇട്ടാണ് എടുക്കില്ല പറഞ്ഞത്. മൂപ്പര് പൊട്ടിക്കാൻ ഞങ്ങൾ മൂപ്പര് പറ്റിച്ച് വേണ്ട പറഞ്ഞു. എന്ത് ചെയ്യാനാ, ഞങ്ങൾ പഠിച്ചു. ഇത് വേഷം പഠിച്ചിരിക്കുന്നു, വാങ്ങാനുള്ള സാഹചര്യം ഇല്ല. എത്ര ദിവസം ഇവിടെ നിൽക്കേണ്ടി വരുന്ന അറിയില്ല. നമ്മൾ സ്റ്റേ ചെയ്യുന്ന കാലത്തേക്ക് ഇങ്ങനെ ആൾക്കാർ വരും. കോൾഡ് കോഫി പിന്നെ അതേമാതിരി ഇങ്ങോട്ട് ഐറ്റംസ് ഇങ്ങനെ എല്ലാ സംഭവങ്ങളായിട്ട് ഇങ്ങനെ റൂമിന്റെ അവിടേക്ക് ആൾക്കാർ വരും. പർച്ചേസിംഗ് ഒക്കെ നമുക്ക് റൂമിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റും. നല്ല വില പേശി കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാം, ഫോട്ടോ റേറ്റ് ചീപ്പ് റേറ്റ് കിട്ടും. ക്വാളിറ്റി എന്താണെന്ന് പറയാൻ പറ്റില്ല. അറബി പൊന്നാണ്യം പോലെ ആകാശ തമ്മിളി വന്ന് ഇളം തന്നെ ലീടം പാടിവാ തെയ്യതാര തെയ്യതാര തെയ്യതാരോ. അതൊരു ഏട്ടത്താ പറ്റിയ ജലാലുള്ള തലട്ടോക്കണം നമ്മളെ വാട്ടിട്ട്. പോയി കിട്ടിയില്ല ഗൈസ്. വഴി കഴിഞ്ഞ് ചെക്ക് പോസ്റ്റ് ആണ്. ഡ്രൈവിംഗ് സ്കൂളാ കുമ്പാനെ കൊണ്ട് ജയിപ്പിക്കുന്നത്. എട്ടെടുക്കണം ഗൈസ്. ഇത് നമ്മൾ പഠിച്ചില്ല. ബൈക്കും കാറൊക്കെ ബൈക്കും കാറാണൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ഒരു ചിക്കൻ നടന്നു വരാം. നടന്നല്ല ഒഴുകി വരും. അടുത്ത് കൂടെ എന്താ സാധനം ഗൈസ്. ആളില്ലാതെ ഞങ്ങൾ ഫസ്റ്റ് ചോല വെട്ടിച്ച് എടാ ഒരു തട്ടിൽ നമ്മളെ വണ്ടി നോക്കിയാ ടൈറ്റാനിക് വഴി അടി തട്ടിയാ ചിലപ്പോ ഡ്രൈവിംഗ് അത്ര പോരെന്ന് തോന്നുന്നു. എനിക്കും പോരാ ഗൈസ്. അറിയില്ലേ മാറിയില്ലടാ ഞാൻ എടുക്കാതെ. സാധനം കയ്യിലിട്ടോ, പിന്നെ ഹെലികോപ്റ്റർ 2 ഹെലികോപ്റ്റർ ബോംബിടും അറബി പൊന്നാണ്യം പോലെ വ്ളോഗ് ഏത് മോഡ് ശിങ്കാരല്ല ചിക്കാര സൺലൈറ്റ് ഗൈസ്. ആടെ ഇങ്ങോട്ട് വരാൻ കുറച്ച് റിസ്ക് ആ ഗൈസ്. ഇങ്ങോട്ട് വരാൻ കുറച്ച് റിസ്ക്. പോയി കുമ്പ കടന്നേ പോയതാ. അപ്പൊ മൂത്രം തൊട്ടൊക്കെ ഇത് മാത്രം വിളിച്ചാലോ വ്ളോഗാണോ. പോ അടുത്ത ആള് നെക്സ്റ്റ് വെസൽ. ഓരോരുത്തരായിട്ട് ഫോട്ടോ എടുക്കുന്ന ഫുള്ള് ഫോട്ടോ എടുക്കുക വെള്ളത്തിൽ കാരെല്ലാം കിടന്ന് ഉറങ്ങ മൂടി പുളി മൂടി കാസ് മറ്റേ ഫുള്ള് സെറ്റാണ്. അത് ചെറിയ കുട്ടിയൊക്കെ ഉണ്ട് കേട്ടോ വണ്ടിയിൽ. നമ്മളെ വണ്ടിയിലുണ്ട്. നമ്മളെ വണ്ടി ബാക്ക് പോയി കാണുന്നു തോന്നുന്നു. ഏടെ ചെറുതേടെ ചോട്ടാപേട്ട അവിടൊക്കെ ഗൈസ് ഞാനങ്ങ് തുഞ്ചത്തെത്തി ഗൈസ്. തുഞ്ചത്ത് ഹായ് ഹായ്. ഇത് മൊത്തം നമ്മള് താമസിച്ച സെറ്റപ്പ് തന്നെ കേട്ടോ. ഇവിടെ നല്ല പൈസേൻ്റെ സെറ്റപ്പാ. നമ്മളെ തല്ലിപ്പൊളി സെറ്റപ്പിലായി പോയി ഗൈസ്. നമ്മളെല്ലാം മനസ്സിലായി. നമ്മളെ തല്ലിപ്പൊളി സെറ്റപ്പ് കൊണ്ടുപോയി അല്ലേ. ഇനിയെ ഞാൻ ഇവിടെ വൈബാണ്. വെള്ളു വൈബ് അടിച്ചോണ്ടിരിക്കുക. ഞാൻ അങ്ങോട്ട് പോട്ടെ. ഫോട്ടോ എടുക്കല്ല, ഫോട്ടോഷൂട്ടില്ല. ഫോട്ടോഷൂട്ട് എല്ലാവർക്കും ഫോട്ടോ എടുക്കണം. അടക്കം ഇവിടത്തെ കഴിഞ്ഞാൽ അങ്ങോട്ട് തരും. അടി അടി. വെള്ളത്തിലുള്ള പോസ്റ്റ് ഓഫീസ്. അതാ വെള്ളത്തിലുള്ള പോസ്റ്റ് ഓഫീസ് കണ്ടോ. SBI ATM എന്തൊക്കെയോ ഉണ്ട്. ഫുള്ള് വെള്ളത്തിലാ പരിപാടി. ഫുള്ള് വീടുണ്ട്. ഫുള്ള് പ്രീമിയം സ്റ്റേകള്. റേഞ്ച് ഫുള്ള് അങ്ങനത്തെ റൂമുകളാട്ടോ. ഫുള്ള് ഏരിയ മൊത്തം അങ്ങനത്തെ. ഇതിലേതോ ഒരു മൂല കാട്ടുമൂലയിലാണ് ഞങ്ങൾ വിട്ടത്. ഇത് കഥ അതോ ഞങ്ങൾ അറിയുന്നോണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു. ഒരാൾ ഫോട്ടോ എടുക്കാണ്ട് പോസ്റ്റ് നിൽക്കുന്നുണ്ടോ ഗൈസ്. ചെത്തോടാ ഒരു ഹായ് ചിലു. ഹായ് ഹായ് ഹായ്. എൻ്റെ അയ്യണ്ട ഗൈസ്. ഞങ്ങളിതാ 2 വെള്ളം ഇതാ തുഞ്ചൻ വെള്ളവും മത്സരത്തിലാ. ഞങ്ങളാ മുന്നില്.
പറയൂ, താങ്കൾ പറയൂ, ഏകപ്പെടുത്തൂ അഭിപ്രായങ്ങൾ. ആ മാർക്കറ്റ് ഞങ്ങളിപ്പോ വന്ന് മാർക്കറ്റിലെത്തിക്കുന്നു. ഫുൾ ഓപ്പൺ പ്ലേസ് പോസ്റ്റ് ഓഫീസും എന്തൊക്കെയോ കണ്ട് അപ്പോൾ മാർക്കറ്റിലെത്തിക്കും. ഫുള്ള് മാർക്കറ്റാണ്. മാർക്കറ്റ് നമ്മൾ സൈഡാക്കി രീതിയിൽ കയറാം. ബോട്ട് തന്നെ കാര്യം ബ്ലൗസൊന്നും പരിപാടികളൊക്കെ ഉണ്ടാവും. ഫുള്ള് തന്നെ ഇത് ഒരു ഇങ്ങനെ ഡാളിലേക്കുള്ളൊരു മാർക്കറ്റാ. ഗ്യാസ് റിപ്പയറിങ് കേട്ടോ. മൊത്തം ഇതൊരു അങ്ങാടി, നമ്മളെ നാട്ടിലൊരു അങ്ങാടി പോലെ തന്നെ ഉള്ളൊരു സെറ്റപ്പാണ്. ഇളക്കല്ലടോ. പിടിച്ചാണ്ടി ഗായ്സ് നോക്കൂ, ഫുള്ള് മാർക്കറ്റാ. വേണ്ട ഫുള്ള് ഡ്രസ് ഷോപ്പ് കണ്ടില്ലേ. പട്ടാളക്കാർ ഇവിടെ ഉണ്ട്. പട്ടാളക്കാരെ കാട്ടരുത്, ആർക്കാരും അതിൻ്റെ ഉള്ളിലുണ്ട്, നമ്മൾ കാണിക്കരുത്. അതുപോലെ ഒരു ഇതിനെതിരാണ്. എടുത്തു കഴിഞ്ഞാൽ ചീത്ത വെക്കും, നല്ല ചീത്ത വെക്കും. അപ്പൊ കൂട്ടിയിടിക്കും തോന്നുന്നു. ഫുള്ള് ചിക്കാരകളാണ്. നിങ്ങളുടെ ഷോപ്പുകൾ നമ്മളെ നാട്ടിലെ അങ്ങാടി പോലെ തന്നെ ഇവിടെയുള്ള അങ്ങാടിയാണിത്, വെള്ളത്തിലുള്ള അങ്ങാടി. അയ്യോ ചിക്കാരപ്പം കൂട്ടിയിടിക്കോ ഗൈസ്. ഹലോ കിടന്നിരുന്ന് കാണുന്നവൻ ചിക്കാരായി. ജോദർ അതിലെ കണ്ടിന് മലയാളി ലുക്ക് ഉണ്ടല്ലോ. എന്നാ സാധനം വിടി. മലയാളി ആ അലവാസ കോഴിക്കോട് കിട്ടി. ഞാൻ പറഞ്ഞ കട്ട വയ്ക്കി തോന്നി മലയാളിയാണ്. മലയാളം കിട്ടി ഗൈസ്. ആണ് വൈബ്. അതിൽ ഫോട്ടോ എടുക്കണ്ടാ. അയ്യോ ഒരു ഫോട്ടോ എടുക്കുന്ന രസമല്ല. അമ്മ ഇവിടെ സെൽഫി ആക്കാണ് ഗൈസ്. നമ്മളെ കൂട്ടാണ്ട് കണ്ടോ, നമ്മളെ കൂട്ടാണ്ട് ഗൈസ് സെൽഫി ഇതാ. ഓല് കാണാൻ വേണ്ടേ. भैया गाड़ी स्लो करो. ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുന്നു ഞങ്ങളുടെ അധോലോകത്തേക്ക്. പിടിച്ചോ വണ്ടി പിടിച്ചോ. ഞാൻ ഇറങ്ങി guys done. Good enjoy. Yeah. Okay. Yes. Super. उसका भी filling the water in the first. Budget-friendly trip. All India trip. It is. Give me details to 20 rupees. You can budget. This is 20 rupees. Come. 20. Okay. അപ്പോൾ ഗായ്സ് ഇന്നലത്തെ സെയിം ഹൗസ് ബോട്ടിൽ തന്നെയാണല്ലോ എപ്പോഴും. സെയിം ഹൗസ് ബോട്ടിൽ തന്നെ. കാരണം അങ്ങോട്ട് കയറാൻ പറ്റില്ല, ലഡാക്കും സീനായി നിൽക്കുകയാണ്. അപ്പം ഹൗസ് ബോട്ടിലുള്ള കാര്യങ്ങളൊക്കെ കാട്ടിത്തരാം. ഇവിടെ ഉള്ള ഓണേഴ്സ് വന്നിരിക്കുന്നു. ഹൗസ് ബോട്ടിൽ വെള്ളം കയറണമെന്ന് തോന്നുന്നു. ഞങ്ങളത് തുള്ളിക്കളി കാരണം വെള്ളം കയറണമെന്ന് തോന്നുന്നത്. അവർ വന്നിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല. ഓരോലെ കാശ്മീർ ഭാഷയാണ് സംസാരിക്കുന്നത്. വെള്ളടിക്കുന്നുണ്ട് ഇവിടെ. നടുവത്തെ റൂം 3 റൂമുണ്ട്. നടുവില് റൂമില് വെള്ളം കയറുന്നുണ്ടതാ. ഇപ്പൊ ഒരു അടിച്ചു കയറ്റുന്നുണ്ടോ എന്താന്ന് നമുക്കറിയില്ല. Yes. Bro, this is grass. Grass. Yeah. Type of. വെള്ളമുള്ള കയറുന്നതിന് അടിച്ചു കയറ്റാണ് മലയാളി. എടുത്തരാൻ പറ്റിയാണ്.
ഞങ്ങൾ ഹൗസ് ബോട്ട് തന്നെയാണ് രാത്രി ഫുഡ് കഴിക്കുകയാണ്. നാളെ രാവിലെ ഇവിടുന്ന് വിടണം. 2 ദിവസത്തേക്കാണ് ബോട്ട് എടുത്ത്. അപ്പം രാത്രിത്തെ ഫുഡ് ഞങ്ങളിവിടെ ലോക്ക് ആയതുകൊണ്ട് ഞങ്ങൾ പിന്നെയും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിലേക്ക് ഇറങ്ങി. മാഗി വിത്ത് സോസ് അതൊക്കെ മതി. അങ്ങനെ കഴിച്ചാൽ മതി. ഇല്ലെങ്കിൽ ഞങ്ങളിവിടെ കിടക്കേണ്ടി വരും. എല്ലാവരും ഇവിടെ കഴിക്കാതാ. ആ എല്ലാവരും നല്ല കഴിക്കല്ല. തണുപ്പായേണ്ടതാ. പുതപ്പിൻ്റെ കയറി ഒടിയനൊക്കെ വന്നിരിക്കുന്നു. ഒടിയൻ പറയൂ ഗൈസ് പറയൂ. പറയും എങ്ങനെ ഇതാക്കുന്നോ നടുക്കട്ട തിന്നണം എന്തോ ഒരു ചൊല്ലുണ്ട്. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. എന്താ പ്രശ്നം ഉണ്ടെങ്കിൽ അതും പറയാം. എന്താ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞോളൂ. ഒരു കുഴപ്പമില്ല. തുടക്കത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.